എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹീറോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറായ വിഡയുടെ സ്റ്റാർട്ടിംഗ് എൻട്രി ലെവൽ മോഡലായ V1+ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ V1+ എന്ന് പറഞ്ഞ മോഡലിന് ഇപ്പോൾ രണ്ടാമത് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനൊരു പ്രൈസ് ഡിക്രീസ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടുക. ഇതാണ് വാഹനത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എഫക്റ്റീവ് പ്രൈസ് 1.15 വരുന്നത്. അതിൽ വാഹനവും അതിൻ്റെ ബാറ്ററി ചാർജറും മാത്രമേ വരുള്ളൂ. പിന്നെ അത് കൂടാതെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടി ഏകദേശം 1.35 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട് കാര്യങ്ങളൊക്കെ വഴി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലിപ്കാർട്ട് ആമസോൺ വഴി അങ്ങനെ ഓൺലൈൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് കൂടാതെ ഈ വാഹനം എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ റോഡിലുള്ള വാഹനമാണ്. ഇതിൻ്റെ V1 Pro എന്ന് പറഞ്ഞ മോഡലാണ് കൂടുതലും ആളുകൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 150 കിലോമീറ്ററോളം റേഞ്ച് വരുന്ന ആ മോഡലാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ റേഞ്ച് അതിനേക്കാളും കുറവാണ്, എന്നാൽ പ്രൈസും കുറവായിരിക്കും. അപ്പോൾ ഈ മോഡൽ നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുന്നത് ബുക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സെർച്ച് ബാറിൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെർച്ച് ബാറിൽ വാഹനത്തിൻ്റെ പേരങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ V1+ ആണെങ്കിൽ ജസ്റ്റ് വീട V1+ എന്ന് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ പകുതി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി വരും. നമുക്ക് ഇഷ്ടമുള്ള കളറും കൂടി സെലക്ട് ചെയ്യുക. ഏകദേശം 6 കളറോ മറ്റോ ഉണ്ട് വണ്ടിക്ക്. ഇപ്പോൾ ഏറ്റവും റണ്ണിങ് ആയിട്ടുള്ള കളേഴ്സാണ് ആദ്യം കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 4 കളർ ഓൾറെഡി ഉണ്ട്. എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ കണ്ടു നിലവിൽ ഓൺ റോഡ് 1,15,15,000 രൂപയാണ് ഇതിൽ വാഹനത്തിൽ കാണിക്കുന്നത്. ഓൺ റോഡ് അല്ല കേട്ടോ, വാഹനത്തിൻ്റെ വിലയാണ്. അതിലെന്തൊക്കെ ഐറ്റംസ് വരുമെന്നും അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ചാർജർ, ബാറ്ററി കാര്യങ്ങളെല്ലാം വരുന്നതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വെഹിക്കിൾ രജിസ്ട്രേഷനുള്ള കോസ്റ്റ് അഡീഷണൽ വരുന്ന ശേഷം റോഡ് ടാക്സ്, അതിൻ്റെ ഹാൻഡ്ലിംഗ് ചാർജസ് എല്ലാം അഡീഷണൽ വരുന്നതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്താൽ ഗ്രാൻഡ് ടോട്ടൽ എത്ര വരുമെന്ന് നമുക്ക് കാണിക്കും. ഇപ്പോൾ റോഡ് ടാക്സും ഹാൻഡ്ലിംഗ് കൂടി ഏകദേശം കണ്ടോ 10,811 ഓൺ റോഡ് വരുന്നുണ്ട്. 10,811 ടാക്സും ഹാൻഡ്ലിംഗ് കോസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഇപ്പോൾ ടോട്ടൽ കാണിക്കും. ഇതിൽ 1,25,811 ടോട്ടൽ കാണിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ്, ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടി പൈസ നമുക്ക് കണ്ടോ ഒരു 7,000 ചില്ലാൻ രൂപ പിന്നെയും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് EMI ആയിട്ട് എടുക്കാം. 3 മാസം തൊട്ട് പൊക്കത്തേക്കുണ്ട്. 6, 9, 1 വർഷം, 1.5 വർഷം, 2 വർഷം, 3 വർഷം വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വേണമെങ്കിലും EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി പൈസ നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ വിഡ V1+ൽ നമുക്ക് ബേസിക്കായിട്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഫോളോ മീ ഹെഡ്ലൈറ്റ്സ് ലഭിക്കുന്നുണ്ട്, സ്മാർട്ട് കീലെസ് എൻട്രി വരുന്നുണ്ട്, ഇലക്ട്രോണിക് സീറ്റ് ആൻഡ് ഹാൻഡിൽ ലോക്ക് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ ഫീച്ചർ വരുന്നുണ്ട്, റിവേഴ്സ് ത്രോട്ടിൽ, അതായത് നമുക്ക് റിവേഴ്സ് എടുക്കാനും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ മോട്ടർ വെച്ച് റിവേഴ്സ് എടുക്കാം. പിന്നെ ഇൻകമിങ് കോൾ അലേർട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ GPS നാവിഗേഷൻ സപ്പോർട്ട്, 7-inch TFT ടച്ച് സ്ക്രീൻ, അങ്ങനെ ഒരുപാട് പരിപാടികൾ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വാഹനത്തിൻ്റെ വൈസർ തന്നെ ഒരു റോബോട്ടിൻ്റെ ഹെഡ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി വൈസറാണ് വാഹനത്തിന് വരുന്നത്. ഓൾ LED ലൈറ്റ്സ് ആണ്, അതായത് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ്. ഹെഡ് ലൈറ്റ്സ്, ടെയിൽ ലാമ്പ്, ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ എല്ലാം ഫുൾ LED ലൈറ്റ്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്ന. മെറ്റീരിയൽ എല്ലാം ഹെവി ക്വാളിറ്റിയാണ്. അതിപ്പോൾ മെറ്റൽ ആയിക്കോട്ടെ, ഫൈബർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഹെവി ക്വാളിറ്റി ഐറ്റംസ് ആണ് നമുക്ക് ഫുള്ള് ലഭിക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നടുവിലായിട്ട് തന്നെ വീടൊരു അടിപൊളി ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ കാണുന്ന ഗ്ലോസി ബ്ലാക്ക് ഐറ്റംസ് ഇല്ല, അതിൻ്റെ താഴെ ഈ മാറ്റ് ബ്ലാക്കിൻ്റെ താഴെയായിട്ടൊരു ഗ്ലോസി ബ്ലാക്ക് ഏരിയ വരുന്നുണ്ട്. ഈ ഏരിയ നമുക്കൊരു ഹിഡൻ സ്റ്റോറേജ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രൂ വെച്ച് അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ കയറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നിപ്പോൾ ഒരു മെക്കാനിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഫുൾ LED ലൈറ്റ്സ് ആണ്. അത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. DRLs അവൈലബിൾ ആണ്. മേളിങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന പോലെ കാണുന്നത്. അതിൻ്റെ നടുവിലായിട്ട് LED ഹെഡ്ലൈറ്റ്സും അവൈലബിൾ ആണ്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ആയതുകൊണ്ട് രണ്ട് ഡിം ബ്രൈറ്റിനൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. ബൾബിന് ലൈഫ് കൂടുതലായിരിക്കും, പ്രകാശം നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ലോങ്ങും കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെ നമുക്ക് വാഹനത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെ സൈഡിലായിട്ട് 2 റിഫ്ലക്റ്റേഴ്സും കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് എപ്പോഴും ബോഡി കളറായിരിക്കും. മഡ് ഗാർഡിന് ചുറ്റും അത് 2 സൈഡിലായിട്ട് കുറച്ച് ഗ്രിപ്പുള്ളൊരു പോർഷൻസ് വരുന്നുണ്ട്. വണ്ടി ചരിഞ്ഞ് വീഴുകയാണെങ്കിൽ ആദ്യം സ്ക്രാച്ച് വരുന്ന പോർഷൻ വരുന്ന കുറച്ച് ഗ്രിപ്പുള്ളതാണ്. അതുകൊണ്ട് സ്ക്രാച്ചസ് കുറച്ചേ വീഴുള്ളൂ. എന്നാൽ തന്നെ റീപ്ലേസ് ചെയ്താൽ
എന്താ പറയുക, മാറ്റ് ബ്ലാക്ക് കളർ വരുന്നുണ്ട്. നമുക്ക് അധികം കോസ്റ്റ് വരില്ല. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. 12 ഇഞ്ചാണ് വീലിൻ്റെ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് എല്ലാം ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടിയിൽ മാത്രമാണ് കയറുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബൈബ്രിയുടെ ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈലി എഫക്റ്റീവ് ആയിരിക്കും. അതുകൂടാതെ CBS ബ്രേക്കിംഗ് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ബ്രേക്കിംഗ് ഫോഴ്സ് ഈക്വലായിട്ട് എപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും പ്രൊപ്പോർഷണലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പക്കയായിട്ട് സേഫായിട്ട് സെക്യൂറായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് CBS ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് 1301 mm ആണ്. ആകെ 124 കിലോ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. 155 mm നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നമുക്കൊരു 4-8 തുടങ്ങി മേളിലേക്ക് പൊക്കമുള്ള ലേഡീസ് ആയിക്കോട്ടെ മെൻസ് ആയിക്കോട്ടെ ഈസി ആയിട്ട് വണ്ടിയിൽ കയറാനും ഇറങ്ങാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഹൈറ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിനി സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ നമുക്ക് പാർക്കിങ്ങിന് 2 സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ SOCന് സ്വിച്ച് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളിന് സ്വിച്ച് വരും. അതുകൂടാതെ വണ്ടി റിവേഴ്സും നമുക്ക് മോട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ റിവേഴ്സ് എടുക്കാവുന്നതാണ്. വാഹനം നമ്മുടെ കാർക്ക് റിവേഴ്സ് എടുക്കുന്ന പോലെ ഈ സ്കൂട്ടർ നമുക്ക് റിവേഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്വിച്ചസ് എല്ലാമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫങ്ഷൻസ് കൂടെ ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കീ എടുത്തിട്ടുണ്ടെങ്കിൽ നടുവിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ബട്ടൺ ഈ SOS പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീസെറ്റായിട്ട് 2-3 നമ്പർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് എമർജൻസി മെസ്സേജ് പോകാനുള്ള ഒരു സപ്പോർട്ടിനാണ് SOS ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതിന് മേലുള്ള റെഡ് ബട്ടണാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്ത് പറയുന്നത് ഈ 3 ബട്ടൺസാണ്. അതിൽ ആ P കൂടാതെ RES+ എന്ന് എഴുതിയിട്ടില്ലേ ആ ഒരു ബട്ടൺ, അതിൻ്റെ നടുവിൽ വരുന്നത് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ, അതിൻ്റെ താഴെ വരുന്നത് സെറ്റിൻ്റെ ബട്ടൺ. ആ സെറ്റും റിവേഴ്സിൻ്റെ ആ ബട്ടൺ യൂസ് ചെയ്യുന്ന വണ്ടി റിവേഴ്സ് ബാക്കിലേക്ക് എടുക്കാനാണ്. അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ പാസിൻ്റെ ബട്ടൺസാണ് ഈ കാണുന്നത്. പാസും പിന്നെ ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് മാറ്റാനുള്ളതും. ഇനി ഈ ജോയിസ്റ്റിക്ക് പോലെ ഇരിക്കുന്ന 4-5 ബട്ടൺ വരുന്നത് നമ്മുടെ 7 ഇഞ്ച് ഫുൾ ഡിജിറ്റൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ടല്ലോ മോണിറ്ററിൽ ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഈ 5 ബട്ടൺ വരുന്നത്. അതിന് കൂടാതെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഫോണിൽ ഇവരുടെ വീഡിയോയുടെ ആപ്പായിട്ട് കണക്ട് ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങളെല്ലാം വരുള്ളൂ. എന്നാലും ബേസിക്കായിട്ട് ലാസ്റ്റ് റണ്ണിലെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ടോഗിൾ ബട്ടൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് റണ്ണിൽ എത്ര കിലോമീറ്റർ പോയി, ആവറേജ് സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. ഇത് ഹസാർഡ് ലൈറ്റിനുള്ള ബട്ടണാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ബട്ടൺ, ഹോണിനുള്ള ബട്ടൺ. പിന്നെ ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് 3 റൈഡിങ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. റൈഡ്, ഇക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 80 km/h ടോപ്പ് സ്പീഡ് കിട്ടും. ഇപ്പോൾ ഇക്കോ മോഡാണ്. അപ്പോൾ നമുക്ക് റേഞ്ച് 73 km നമുക്ക് ഇനി ഓടിക്കാൻ പറ്റും. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈഡ് മോഡാകുമ്പോൾ കണ്ടു റേഞ്ച് കുറഞ്ഞ് 55 കുറഞ്ഞിരിക്കുകയാണ്. സ്പോർട്ടാകുമ്പോൾ കുറേ കൂടി കുറഞ്ഞു 55 എന്നുള്ളത് 48 ആയി മാറി. പിന്നെ നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം, ആവശ്യമുള്ള പോലെ മോഡ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. വിഡയുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് മൈ ബൈക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. ജിയോ ഫെൻസ്, പിന്നെ അത് കൂടാതെ റിമോട്ട് ഇമ്മൊബിലൈസേഷൻ, വെഹിക്കിൾ ഡയഗ്നോസിസ്, SOS അലർട്ട് വിത്ത് സിംഗിൾ ബട്ടൺ, 10x10 നാവിഗേഷൻ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ. അത് നോർമലി ഇപ്പോൾ ഈ റേഞ്ചിൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുമ്പോൾ മിക്ക വണ്ടികളിലും കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പടി മുന്നിലാണെന്ന് കാണിക്കാനുള്ള ഫീച്ചേഴ്സാണ് കൂടുതൽ ഞാൻ മനസ്സിലായിരിക്കുന്നത്. നമ്മുടെ പെട്രോൾ സ്കൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് കാണിക്കാനാണ് ഇത്രയും ഫീച്ചേഴ്സ് അവർ വെക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അത് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് പബ്ലിക്കായിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു വാനിറ്റി ഹുക്കിൽ നമുക്ക് ഏകദേശം ഒരു 3 കിലോളം വെയിറ്റുള്ള ഐറ്റംസ് തൂക്കിടാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് മാനുവലായിട്ട് വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനായിട്ട് മേളിലുള്ള ആ ലോക്കിൻ്റെ പടമുള്ള കീ യൂസ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള നമുക്ക് V1 മേടിക്കുമ്പോൾ നമുക്ക് 2 കീ അവൈലബിൾ ആണ്. 1 മാനുവൽ കീയും ഒരു സെൻട്രൽ ലോക്കിങ്ങും ഉള്ള റിമോട്ട് കീ അവൈലബിൾ ആണ്. കീയിൽ 3 ബട്ടൺസാണ് വരുന്നത്. 1 വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബട്ടൺ, 2 ഫോളോ മീ ഹെഡ് ലാമ്പിൻ്റെ ബട്ടൺ, 3 വരുന്നത് വാഹനത്തിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള റിമോട്ടായിട്ട് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ സ്കൂട്ടറിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 2 ബാറ്ററിയാണ് വാഹനത്തിൽ വരുന്നത്.
നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 5.25-6 മണിക്കൂർ വേണ്ടി വരും ഫുൾ ചാർജ് ആവാൻ. ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷനുള്ള ഔട്ട് പോയിൻറ്റ്സിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ 1.25 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ളായിട്ട് ചാർജ് ആവുന്നതാണ് വാഹനത്തിൻ്റെ ഈ ബാറ്ററികൾ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഊരി വയ്ക്കാവുന്നതാണ്. ഈ റിയർ ഗ്രാബും അതുപോലെ തന്നെ 2 സ്പ്ലിറ്റായിട്ടുള്ള സീറ്റിൽ വരും. സീറ്റിൻ്റെ രണ്ടാമത്തെ പോർഷനും സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഊരി മാറ്റി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ജാവയുടെയൊക്കെ സിംഗിൾ സീറ്റ് ബൈക്ക് ഓടിച്ച് നടക്കുന്ന ആളുകൾ, ചിലർ എൻഫീൽഡിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വേണമെങ്കിൽ സിംഗിൾ സീറ്റായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ LED ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് റിയർ സൈഡിലും ലഭിക്കുന്നത്. ടെയിൽ ലൈറ്റും നല്ല അടിപൊളി ഫുള്ള് സ്പ്ലിറ്റായിട്ടുള്ള LED സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ടെയിൽ ലൈറ്റാണ് നമ്മുടെ സ്കൂട്ടറിന് ഓൾറെഡി വരുന്നത്. വാഹനത്തിന് യൂസ് ചെയ്യുന്ന മോട്ടർ PMSM മോട്ടറാണ്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗിയർ ബോക്സും കൺട്രോളെല്ലാം തന്നെ മോട്ടറിൽ തന്നെ വരുന്നുണ്ട്. ടോപ്പ് പവർ, അതായത് പീക്ക് പവർ 6 കിലോ വാട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പവർ എപ്പോഴും ഒരു 3.6 കിലോ വാട്ടായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത്. മാക്സിമം ടോർക്ക് എമിറ്റ് ചെയ്യുന്നത് 25 ന്യൂട്ടൺ മീറ്ററാണ് നമ്മുടെ ഈ വിഡ V1 സ്കൂട്ടറിൻ്റെ മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടുന്നത്. V1ൻ്റെ ടോപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 80-90 എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ടോപ്പ് സ്പീഡ് നമുക്കൊരു 80 km/h വരെ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് 1.35 സബ്സിഡിയെല്ലാം കഴിഞ്ഞിട്ട്. നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ വഴി എടുക്കുകയാണെങ്കിൽ ഏകദേശം 1.20-1.22 ആ ഒരു റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത് കൈർലി മോട്ടോഴ്സാണ് നോർത്ത് പറവൂരിൽ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.